നമസ്കാരങ്ങൾ മുനാഫിക്കീങ്ങളുടെ മേലെ ഏറ്റവും ഭാരമാണ്. 2 വഖത്ത് നിസ്കാരങ്ങൾ അത് മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും ഭാരമേറിയതാണ്. അത് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും സന്തോഷമായതുമാണ്. ആ നിസ്കാരമാണ് സുബ്ഹ് വൽ ഇശാ. സുബഹിയുടെയും ഇശായിന്റെയും ജമാഅത്തിന് പള്ളിയിലെത്താൻ മുനാഫിക്കീങ്ങൾക്ക് വളരെയേറെ ഭാരമാണ്. അല്ലാഹു നമ്മളെ നിഫാഖിൽ നിന്ന് കാക്കുമാറാകട്ടെ. എന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സുബഹിയുടെയും ഇശായിന്റെയും വാക്ക് കേൾക്കുമ്പോ അവനവന്റെ പള്ളിയിലേക്ക് ജമാ നമസ്കാരത്തിന് കടന്നു പോകാൻ എന്റെയും നിങ്ങളുടെയും മനസ്സിലൊരു മടി വരുന്നുവെങ്കിൽ നമ്മൾ നിഫാഖിന്റെ അടയാളം പേര് നടക്കുന്നവരാ. എന്നാൽ നമ്മൾ മുഅ്മിനീങ്ങളെന്ന് സ്വയം അഭിമാനിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരോട് മദ്രസയൊക്കെ പുനർനിർമ്മിപ്പിച്ചിട്ട് അതിന്റെ സുന്ദരമായ ഒരു ഉത്സവ സമാനമായ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോ മറക്കരുത്, ഈ ഭൂമിയിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകല. ഒരു സമൂഹത്തിന്റെ ഈമാന്റെ അടയാളം ജമാഅത്ത് നമസ്കാരത്തിൽ ആ നാട്ടിലെ ചെറുപ്പക്കാരെ ഹാജരാവുകയും പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ ആ നാട്ടിലെ പെണ്ണുങ്ങളെ വീട്ടിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ സമ്പന്നതയാണ്, ഏറ്റവും നല്ല സമ്പന്നതയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമനായി മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇദാ റുഫിഅ ബറക്കത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ബറക്കത്ത് ഉയർത്തപ്പെടുക. 2 ഇന്ന് നമ്മൾ ലൈവായി കാണുന്ന ലോകാവസാനത്തിന്റെ അടയാളം പറയുകയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത് ഇദാ റുഫിഅ റഹ്മത്തു ഫീ ഖുലൂബിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കരുണ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ അടയാളം ഇദാ റുഫിഅ റഹ്മത്തു ഫീ ഖുലൂബിന്നാസി, ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കരുണ എടുത്തു മാറ്റപ്പെടുക. എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിൽ ക്രൗര്യത സ്ഥാനം പിടിക്കുക. അവന് കരുണയില്ല, അവന് ദയയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്തിട്ട് വൈകുന്നേരം കിട്ടുന്ന ചില്ലറ നാണയത്തൊട്ടുമായി തന്റെ ഭാര്യ മക്കൾക്കുള്ള അരിയും വാങ്ങിച്ച് കഞ്ഞി വെച്ചു പോകുന്നവന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിമാറി പോകുമ്പോ പുറകെ കടന്നുപോയി വെട്ടിവീഴ്ത്തപ്പെട്ടവന്റെ വെട്ടത്തെപ്പിന്റെ ആടവും നീളവും വളർന്നിട്ട് ചർച്ചകളിലൂടെ പരിഹാരം നടത്തുന്ന കാത്തിരിക്കുന്ന കഞ്ഞിയും കപ്പയും വെച്ച് കാത്തിരിക്കുന്ന അമ്മയുടെ മുമ്പിലേക്ക് പൊന്നുമക്കളുടെ ശിരസറ്റ കബന്ധങ്ങളെ ചിതറിത്തെറിക്കുമ്പോ കണ്ണൂരേ നിന്റെ കണ്ണുനീര് തീരുന്നില്ലല്ലോ. കണ്ണീര് സൃഷ്ടിക്കപ്പെടുന്നത് രക്തസാക്ഷികളല്ല, സൃഷ്ടിക്കപ്പെടുന്നത് വിധവകളാണ്, സൃഷ്ടിക്കപ്പെടുന്ന അനാഥകളാണ്. നടന്നു പോകുന്ന പച്ചക്കറി മേടിക്കാൻ നടന്നു പോകുന്നവൻ പോലും പച്ചപ്പിച്ചാത്തി പിടികേറിയിട്ട് കുടൽമാല ചിതറിത്തെറിച്ച് അച്ചായെന്ന് പൊട്ടിക്കറിയുന്ന മക്കളുടെ മുമ്പ് ശിരസറ്റ കബന്ധങ്ങളെ നടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും വിലപിക്കുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, ലോകവ്യാപകമായിട്ട് മനുഷ്യന്റെ കരുണ എത്തപ്പെട്ടു അന്ന് കൊലപാതകങ്ങൾ വർദ്ധിക്കുക, റോമക്കാര് അധികരിക്കുക, മുസ്ലിമീങ്ങൾ കുറഞ്ഞു പോവുക. ഏതുവരെ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കൊന്നൊടുക്കി അറബ് ലോകത്തിൽ ഒരു അറബി പുരുഷനോ ഒരു അറബി പെണ്ണോ അറബ് ലോകത്തില്ലാത്ത രീതിയിൽ റോമക്കാര് മുസ്ലിമീങ്ങളെ കൊല്ലാക്കൊല ചെയ്യുക. ആ ഒരവസ്ഥയിലേക്ക് ലോകം മാറിപ്പോകുമ്പോ എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല? സിറിയയിൽ അഫ്ഗാനിൽ IS-ന്റെ പേര് പറഞ്ഞിട്ട് തകർത്തെറിയപ്പെടുന്ന മുസ്ലിം ലോകത്തിന്റെ മേൽവിലാസത്തിന്റെ നടുവ് അറിയാതെ നാം ചോദിക്കുകയാണ്, എവിടേക്കാണ് ഈ പ്രയാണം നടന്നു പോവുക? ഈ ലോകം അവസാനിക്കപ്പെടും. ഏതുവരെ കൊന്നൊടുക്കി വ്യഭിചാരവും അക്രമവും ബാധിച്ച് അവസാനം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഒരു ദിവസം രാവിലെ നിങ്ങൾ കേൾക്കുമത്രേ. എന്താണ് നബിയെ കേൾക്കുക? എന്താണ് നബിയെ കേൾക്കുക?
അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചെവി കണ്ടത് കേൾക്കാൻ അള്ളാഹു ഇടവരുത്താതിരിക്കട്ടെ. എല്ലാം കണ്ടും കേട്ടും മനസ്സ് മരവിക്കുമ്പോ ഒരു പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കും, ഇന്നയാൾ ഭൂമിയോടുകൂടി അകത്തേക്ക് വിഴുങ്ങപ്പെട്ടുവത്രേ. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയാണ്, ലോകത്തിന്റെ നേതാവ് ദുനിയാക സർവരെ ദീദാർ ഹുസ്നെ മുസ്തഫ കാ നാം ഹേ. ഈ ലോകത്തിന്റെ നേതാവാണ് പറഞ്ഞു തന്നത്. ഒരു ദിവസം രാവിലെ പരതക്കാട് നിൽക്കുമ്പോ ആളുകൾ അടക്കം പറയുന്നവത്രേ. എന്നാണെന്ന് പോയി നോക്കുമ്പോ ഇന്നയാള് ഭൂമിയോടുകൂടി താഴെ കാഴ്ചപ്പെട്ടു കഴിഞ്ഞു. എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല? കാറൂന്റെ കഥ പറഞ്ഞപ്പല്ല പറഞ്ഞനെന്താ? കാറൂനെ ഞാൻ ഈ ഭൂമിയോടെ താഴ്ത്തിക്കളെന്ന് ഖുർആൻ പറഞ്ഞ കഥ ഈ വരുന്ന ആധുനിക ലോകത്ത് ആവർത്തിക്കപ്പെടുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏറെ പറയേണ്ട കാര്യമില്ല. ആ രീതിയിൽ മനുഷ്യൻ ജീവിതത്തിൽ അക്രമിയായി മാറും. കാരണം കാറൂനാരാ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അവനെ കൊണ്ട് അവന്റെ മുഴുവൻ സ്ഥാവര ജംഗമ സ്വത്തുക്കളുമായി ഈ ഭൂമി പിളർന്നവൻ താഴോട്ട് പോയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സമ്പത്തിന്റെ പേരിൽ അഹങ്കരിച്ചവനാണ് കാറൂൻ. ഈ കഥകൾക്കും ചരിത്രങ്ങൾക്കും ജീവിതവുമായി ഏറെ ബന്ധമുണ്ട്. അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചവനാണ് കാറൂൻ. അള്ളാഹു നമ്മളെ അഹങ്കാരത്തിൽ നിന്ന് കാക്കട്ടെ. അള്ളാഹു നമ്മളെ അഹങ്കാരത്തിൽ നിന്ന് കാക്കട്ടെ. ഒരൽപ്പം പണവും അധികാരവും കയ്യിൽ വരുമ്പോ മനുഷ്യൻ അള്ളാഹുവിനെ മറന്നിട്ട് അവൻ അള്ളാഹുവിനെ പോലും വെല്ലുവിളിക്കുന്നവനാവുക. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശിറാറന്നാസ്, ലോകത്തിലെ ഏറ്റവും മോശമായ മനുഷ്യനാരെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനാരാ? ഇങ്ങോട്ട് ലോകാവസാനമൊക്കെ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കാൻ. ലോകത്തിലെ ഏറ്റവും വലിയ കൊടും ഭീകരനാരാ? ഒന്ന് പറയും മനുഷ്യന്മാരെ. IS-ന്റെ തലവന ഇത് സൈമൺ എലിയട്ടാണ്, ജൂത തീവ്രവാദി. ലോകത്തിലെ ഏറ്റവും വലിയ കൊടും ഭീകരനാരാ? ഇത് മനസ്സെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് വെക്കി, ഞാൻ കുഴയുന്നു. എന്താ ചൂട്? നിങ്ങൾക്ക് ചൂടുണ്ടോ? ഇല്ല, ചൂടില്ല അല്ലേ? നിലത്ത് കിടക്കണ പുഴുവിന് എന്ത് വേറെപ്പ്? പറക്കണ പക്ഷിക്കല്ലേ വേറെപ്പുണ്ടാവും? കിടക്കണം. ഇത്ര ഉണ്ടായിട്ട് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു? ലോകത്തിൽ അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇതൊന്നുമല്ല, നല്ല ചൂടിൽ നന്നായിട്ട് വേർത്ത് കുളിച്ചിട്ട് മരത്തിന്റെ ചോട്ടിൽ പോയിരിക്കുമ്പോൾ കിട്ടുന്നൊരു ചെറിയ കാറ്റുണ്ട്. ആ കാറ്റ് ശരീരത്തിൽ തൊടുമ്പോൾ കിട്ടുന്ന ഒരു കുളിർത്തന്നലിന്റെ തൂവൽ സ്പർശം, അത് ലോകത്ത് ഒരു കാറ്റിനും തരാൻ പറ്റില്ല. അള്ളാഹു അവന്റെ അനുഗ്രഹത്തെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ശിറാറന്നാസ്, ലോകത്തിലെ ഏറ്റവും വലിയ മഹാഭീകരനാരെന്നറിയുമോ? ആ മഹാഭീകരൻ കനകമലയിൽ ഒരുമിച്ച് കൂടിയവനല്ല. അവനങ്ങനെ ഒരുമിച്ച് കൂടിയെങ്കിൽ തന്നെ അത് തെറ്റാണ്. അത് ഇസ്ലാമിക വിശ്വാസത്തിന് നിരക്കാത്തതാണ്. അത് ലോകത്തിന്റെ അപദയത്തിന്റെ മേച്ചിൽപ്പുറങ്ങളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ലോകം കണ്ട ഏറ്റവും വലിയ കൊടും ഭീകരനും കൊടും അക്രമിയും പേര് മറന്നുപോയല്ലോ. ആ കൊടും ഭീകരന്റെ പേര് മറന്നുപോയല്ലോ. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾക്ക് മനസ്സിലായാൽ മനസ്സിലായില്ലെങ്കിൽ ഇല്ല. ജബ്ബാറാജിക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തെ അനുഭവിക്കുന്നതാണ്. ആ ഭീകരന്മാരെ നേരിട്ട് കാണാൻ ആളാണ്. കാരണം ആരാണ് ഏറ്റവും വലിയ ഭീകരനാരാ?
പേര് മറന്നുപോയല്ലോ മുഅ്മിനീങ്ങളെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ലോകം കണ്ട ഏറ്റവും വലിയ കൊടുംഭീകരന് വഹുവ ഖുദാർ. അത് ഖുദാറാണ്, ഖുദാറാണ്, ഖുദാറാണ്. ആരാണ് നബിയെ ഖുദാർ എന്ന് ചോദിച്ചപ്പോ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ദിട്ടാന്തമായി കൊടുത്ത ഒട്ടകത്തെ കരുത്തറത്തു കൊന്ന ലോകം കണ്ട ഭീകരനാണ് ഖുദാർ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദരവായ പ്രവാചകൻ ലോകം കണ്ട ഭീകരനായിട്ട് പറഞ്ഞത് നെപ്പോളിയനെയല്ല, അലക്സാണ്ടറിനെയല്ല. അമേരിക്കയുടെ അധിനിവേശത്തിന്റെ പ്രതിഭാഗങ്ങളായി സിറിയയിലും ചെച്ചനിയിലും ബോസ്നിയയിലും അഫ്ഗാനിന്റെ മലനിരകളിൽ പാവപ്പെട്ട നിരപരാധികളുടെ ശിരസെട്ട കബന്ധങ്ങൾ കൊണ്ട് അന്ധകാരം തീർത്ത ജോർജ് ബുഷിനെയല്ല ലോകത്തിന്റെ ഏറ്റവും വലിയ ആക്രമിയാണെന്ന് ചോദിച്ചപ്പോ വഹുവ ഖുദാർ. അത് സാലിഹ് നബിയുടെ ഒട്ടകത്ത് കൊന്ന ഖുദാറാണ്. ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പാല് തരത്ത് കൊടുത്തിരുന്ന, നാട്ടിലെ ആളുകൾ ആര് പോയി അകത്തിരി പിടിച്ചാലും പിടിക്കുന്നവനൊക്കെ പാല് തരത്ത് കൊടുത്ത അല്ലാണ്ട് വിട്ടാണമായ ഒട്ടകമുണ്ടല്ലോ. ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹാ فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. ലോകത്തുള്ള മുഴുവൻ മാനവരാശിക്ക് പടച്ചറപ്പിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ദിട്ടാന്തമായി അല്ലാഹു കൊടുത്ത സാദിഖ് നബിയുടെ ഒട്ടകം. ആ ഒട്ടകത്തെ നിങ്ങൾ കൊല്ലരുത്. ഫഖാല ലഹും റസൂലുള്ളാഹ്, അവരുടെ പ്രവാചകന്മാര് പറഞ്ഞു കൊടുത്തു, നാഖത്തല്ലാഹി, ഇത് പടച്ചറപ്പിന്റെ ഒട്ടകമാണ്, ഇത് അല്ലാണ്ട് ദിട്ടാന്തമാണ്, ഇത് പടച്ചറപ്പിനെ അറിയാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടും അല്ലാഹുടെ ദിട്ടാന്തത്തെ കടുത്തറത്ത് കൊടുന്ന ഖുദാറാണ് ലോകം കണ്ട ഏറ്റവും വലിയ കൊടുംഭീകരന്. കൊടുംഭീകരിൽ രണ്ടാം സ്ഥാനത്താരെന്നറിയോ? ഇല്ലയാ റസൂലല്ലാഹ്. രണ്ടാം സ്ഥാനത്തെ ഏറ്റവും വലിയ പരപ്പോക്രി അക്രമിയാണെന്നറിയോ? രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കഅബാലയത്തിന്റെ മത്താഫിൽ നിസ്കരിക്കാൻ പോയേണ്ട കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ വെച്ചിട്ട് സുജൂദിൽ കിടന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പടച്ചറപ്പിന്റെ തസ്ബീഹ് പറഞ്ഞ എന്നെ കഴുത്തു പൊക്കാൻ അനുവദിക്കാട് എന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയിട്ട ഉഖബത്തുബ്നു അബീ മുഈത്താണ് ലോകം കണ്ട രണ്ടാമത്തെ ഭീകരന്. മനസ്സിൽ കരുണയില്ലാത്തവന് ഈ രണ്ട് അക്രമികളുടെ ചിത്രം വരച്ചിട്ട് ഞാൻ പറയട്ടെ, ഇവര് രണ്ടുപേരും ജനകോടികള് ഒരിക്കലും ബോംബിട്ട് കൊന്നവരല്ല. ഇവർ നാസി ജർമ്മനിയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി തന്റെ എതിരാളികള് ഗ്യാസ് ചേമ്പറിൽ ഇട്ടിട്ട് ഈ ആമ്പാട്ടകളെ പോലെ കത്തിക്കരിച്ചു വന്ന അഡോർവ് ഇല്ലറി ചെയ്തവരെ ചെയ്തിട്ടില്ല. പക്ഷേ അള്ളാഹുവിനെ തിരിച്ചറിയുന്ന പടച്ചറപ്പിന്റെ ദിട്ടാന്തത്തെ അവരവമതിച്ചപ്പോ അവരാണ് ഹൃദയത്തിന് കരുണയില്ലാത്തവർ. ഇന്നും അല്ലാണ്ട് പള്ളിയിലുള്ള ഇബാദത്തിനെ തടയുന്നവർ. ലോകത്തുള്ള പള്ളികൾ അള്ളാഹുവിന്റേതാണ്, അത് പടച്ചറപ്പിന്റെ ഇബാദത്തിനുള്ളതാണ്. ആ ഇബാദത്തിനെ തടയുന്നവര് കഅബാലയത്തിന്റെ മുറ്റത്ത് സുജൂദ് ചെയ്ത മുത്തിന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലയിട്ട ഉഖബത്തുബ്നു അബീ മുഈത്തിനെ പോലെ ഒരു നാട്ടിലെ സമൂഹത്തിന്റെ സ്വൈര്യമായ ഇബാദത്തിന്, അവരുടെ പള്ളിയിലെ ചുമക്ക്, അവരുടെ പള്ളിയുടെ നിസ്കാരത്തിന് ആര് തടസ്സമാകുന്നുവോ അവൻ ലോകം കണ്ട ഏറ്റവും വലിയ അക്രമിയാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഹൃദയത്തിന്റെ ഉള്ളിൽ കരുണയില്ലാത്തവര് നമ്മുടെ പാവപ്പെട്ട ഉമ്മൂമ്മ കാതിലെ അലുക്കത്തൂരി കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിച്ചു വെച്ച പട്ടികൾ ദുആ ചെയ്യിപ്പിച്ച് ആ ദുആ ചെയ്യ പട്ടിണി കിടന്നിട്ട് പാവപ്പെട്ട കാരണവന്മാരുണ്ടാക്കിയ പള്ളികളെ തങ്ങൾക്ക് വേണ്ടി പിടിച്ചെടുക്കുന്നവർ, ഇബാദത്തിന് തടസ്സം നിൽക്കുന്നവർ, അവര് സാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊന്ന ഖുദാറിന്റെ അനുയായികളാണ്. അവരുടെ ഹൃദയത്തിൽ നിന്ന് കരുണ എടുത്ത് മാറ്റപ്പെട്ടവരാണ്. അങ്ങനെ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരവസ്ഥ സംജാതമാകുമ്പോ അത് ലോകാവസാനത്തിന്റെ തലേ ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ.
ഞാൻ ലോകാവസാനത്തിന്റെ അടയാളം പറയുന്നു. ഖുറാസാനിലെ അല്ല, അഫ്ഗാൻ മലനിരകളിലെ അല്ല, തുർക്കിയുടെ ഭൂമിയിലെ അല്ല, യൂഫ്രട്ടീസിന്റെ തീരത്തല്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് കാണുമ്പോ നമ്മളൊക്കെ ചോദിക്കാറില്ല ഇവർ ഈമാന് തഖ്വയുമുണ്ടെന്ന് പറഞ്ഞിട്ടും ഇതൊക്കെ ചെയ്യല്ലെന്നോ പറയുമ്പോ ഇതൊക്കെ ലോകാവസാനത്തിന് മുമ്പ് വരുന്ന അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമ്മളെ ഹൃദയത്തിൽ കരുണ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണ പറ്റിപ്പോയൊരു ഹൃദയം സ്വന്തം വാപ്പയോടില്ല, സ്വന്തം ഉമ്മയോടില്ല, പിന്നെയല്ലേ സ്വന്തം സമൂഹത്തിനോടുണ്ടാവുക. ഉപ്പയോടും ഉമ്മയോടും ഇല്ല, പിന്നെയല്ലേ സമൂഹത്തിനോടുണ്ടാവുക. ഭാര്യയോടും മക്കളോടും ഇല്ല, പിന്നെയല്ലേ ഉമ്മത്തിനോടുണ്ടാവുക. അള്ളാഹിനോടില്ല, പിന്നെയല്ലേ ലോകത്തോടുണ്ടാവുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കരുണ നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് കരുണയില്ല. അള്ളാഹു നമുക്ക് കരുണ തരട്ടെ. ആമീൻ പറ. ഇതിൽ ഹൃദയത്തിലെ കരുണയുള്ള എത്ര ആളുകളുണ്ടെന്ന് കൈപൊക്കി. പടച്ചോനെ ആരുമില്ലേ? ഞാൻ വാത് നിർത്താൻ. നമ്മുടെ ഹൃദയത്തിൽ കരുണയുള്ള ആളുകളെന്ന് കൈപൊക്കി. ഞാൻ ഇപ്പൊ ഒരു രസം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാരും കൈപൊക്കി. ഇനി അവനവൻ കുടുംബീകരണാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. താത്തിരുന്നോട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കരുണയുണ്ടെങ്കിൽ ഇന്ന് ഈ ദുആ നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഈ പൊക്കിയവര് മുഴുവനും ഈ ദുആ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ കരുണയുള്ളവരാണ്. ഏതാ ദുആ? ഇനി കൈവൊക്കിയവർ ഒന്നുകൂടി പൊക്കണേ. ഇനി ഈ ദുആ പറയുമ്പോൾ ഒന്നുകൂടി പൊക്കണേ. ആ ദുആയാണ് അല്ലാഹുവേ 5 നേരം നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. എന്റെ മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് കരുണയോടെ എന്നെ വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ എന്ന് നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് നീ ഇന്നൊരു ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും കരുണ അവശേഷിക്കുന്നുണ്ട്. ഇന്ന് ഈ ദുആ ചെയ്തവരെന്ന് കൈവക്കീൻ. ചുമ്മാ വെക്കല്ലേ. ഇത് പഞ്ചായത്തിന്റെ വോട്ടെടുപ്പല്ല. ചുമ്മാ കൈവക്കരുത്. ഇത് അള്ളാടെ ഭൂമിയാണ്, അള്ളാടെ സദസ്സാണ്. ഞാനിതൊന്നും വെറുതെ പറയണതല്ല. അങ്ങനെ ഹൃദയത്തിൽ കരുണയുണ്ടെങ്കിൽ നിന്റെ ഉപ്പയോട്, നിന്റെ ഉമ്മയോട് വൈക്കോൽ തുറു തലയിലേറ്റി നടന്ന്, കൊണ്ടോട്ടി അങ്ങാടിയിലൂടെ ജോലി ചെയ്ത് നടന്ന് 100 കിലോയുടെ ചാക്കും മുതുകിൽ ചമന്ന് വെച്ച് നടന്നു പോയ എന്റെ ഉപ്പ, ഇന്നെന്റെ ഉപ്പ എഴുന്നേക്കാൻ കഴിയാതെ കസേരയിൽ ഇരിക്കുന്നത് കാണുമ്പോ കയറിപ്പോകുന്ന വഴിക്ക് നമ്മളൊന്ന് ചോദിക്കും ഉപ്പ എന്നൊന്ന് വിളിച്ചെങ്കിൽ എത്ര പേരുണ്ട് ഉപ്പ എന്ന് സ്നേഹത്തോടെ വിളി കൊതിക്കുന്ന ഉപ്പമാർ. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ മക്കൾ ഉപ്പ എന്ന് സ്നേഹത്തോടെ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ആ 2 അക്ഷരത്തിന്റെ കൂട്ടക്ഷരത്തിന്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്ര വീടുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. മരണത്തിന് സമാനമായ പ്രസവ വേദന സഹിച്ച എന്നെ നോക്കി ഉമ്മ എന്നവൻ വിളിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എത്ര ഉമ്മമാർ. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. ഞാൻ എല്ലാത്തിലും പറയുകയാണ്, എല്ലാവരോടും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളോട് കരുണ കാണിക്കണം. ജനത്തിനോട് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്ത സദസ്സിൽ ഒരു സഹാബി ഇരിക്കുമ്പോ ആ സഹാബിയുടെ അടുക്കലേക്ക് തന്റെ പ്രിയപ്പെട്ട മോനോടി വന്നു. ഓടി വന്ന പൊന്നുമോനെ ആ സഹാബി വാരിയെടുത്തിട്ട് തന്റെ മടിയിലേക്ക് വെച്ച് നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്തു. ഇവിടെ ഇതൊക്കെ മുത്തുനബിക്കല്ലാതെ കഴിയുമോ? തന്റെ മുമ്പിലിരിക്കുന്ന അനുയായിയുടെ അടുക്കലേക്ക് മോനോടി വന്നപ്പോ ആ മോനെ വാരിയെടുത്തും മടിയിൽ വെച്ച് ഉമ്മ കൊടുത്തു. അത്രേ കുറെ കഴിഞ്ഞപ്പോൾ ആ സഹാബിയുടെ പൊന്നുമോള് കടന്നു വന്നു. ആ സഹാബി ആ പൊന്നുമോളുടെ കൈ പിടിച്ചിട്ട് തന്റെ സൈഡിലങ്ങിരുത്തി. മോൻ വന്നപ്പോ കെട്ടി ഇവിടെ നോക്കും, വാപ്പമ്മയൊക്കെ ഇങ്ങോട്ട് നോക്ക്. നിസ്കാരവും നോമ്പും പറഞ്ഞാൽ ആർക്കൊരു കുഴപ്പമില്ല, ഇതൊന്നും പറയാൻ പാടില്ല. വാപ്പ ഇരിക്കുന്ന സദസ്സിലേക്ക് മോൻ ഓടി വന്നപ്പോ മോനെ പിടിച്ച് മടിയിൽ ഇരുത്തി മുത്തവും കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോ മോള് വന്നു, കുഞ്ഞുമോൾ.
ആ മോളെ ഫഖഅദത്ത് അലാ ജംബിഹി, അവളെ തന്റെ സൈഡിൽ അങ്ങ് പിടിച്ചങ്ങിരുത്തി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബി അല്ലാഹനെ ഭയക്കണേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് കരുണ നഷ്ടപ്പെട്ടു പോയ അനുചരാ, നിന്റെ പൊന്നുമോളെ പിടിച്ച് മടിയിലിരുത്ത്, നിന്റെ പൊന്നുമോനെ പിടിച്ച് സൈഡിലിരുത്ത്. നിന്റെ പൊന്നുമോളെ എന്നല്ല പറഞ്ഞത്, നിന്റെ പൊന്നുമോളെയും മധ്യത്തിലിരുത്തണേ, അവളോട് നീ കരുണ കാണിക്കാതിരിക്കരുത്. ഇത്രയേറെ കരുണ ഹൃദയത്തിൽ വേണമെന്ന് പഠിപ്പിച്ചു തന്നു ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ആർക്കലി സ്വഭാവം മാറ്റണം. ആമക്കളോട് വല്ലാത്ത സ്നേഹം. ആൺകുട്ടി വന്നപ്പോ പിടിച്ച് മടിയിലിരുത്തി. എന്തെന്നറിയോ, ഇവൻ വളർന്ന് വലുതായി മീശയൊക്കെ ഇച്ചിരി ആയാൽ ഏറ്റവും ഒരു 10 ലക്ഷവും ഒരു ബെൻസ് കാറും ഇവന്റെ പറ്റി കിട്ടും. മോള് വന്നപ്പോ പിടിച്ച് സൈഡിൽ ഇരുത്തി. ഞാൻ ഉണ്ടാക്കിയതും കൂടെ വേറൊരുത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടായ വിത്ത്, ഞാൻ സമ്പാദിച്ചതും കൂടി വല്ലവനെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടായ വിത്ത് എന്ന് കരുതിയിട്ട് സൈഡിൽ ഇരുത്തി. പാടില്ല സഹാബി, ഇത് കരുണയല്ല. നിന്റെ ഹൃദയത്തിൽ കരുണ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്നെ മോളെ പിടിച്ചിട്ട് മടിയിലിരുത്തി മുത്തം കൊടുക്ക് എന്ന് പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പഠിക്കാനുള്ള അവസരം നൽകട്ടെ. ഇതൊക്കെ ജീവിതത്തിൽ പഠിക്കേണ്ട ചില മൂല്യങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിന്റെ കരുണയുടെ അടയാളങ്ങളാണിത്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുമുണ്ട്. എല്ലാവരോടും, സമൂഹത്തോട്, ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട്, നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ പറ. മനുഷ്യന്മാരെ, അവര് ആസ്മ ബാധിച്ചിട്ട് എഴുന്നേക്കാൻ കഴിയാതെ കട്ടിലിൽ പഴന്തുണി കെട്ടുപോലെ കിടക്കുന്നതാണെങ്കിലും വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ മക്കളാണ്. നമ്മൾ മക്കളാണ്. അവര് മരിച്ചാൽ പിന്നെ നമ്മൾ മക്കളല്ല. അതുകൊണ്ട് അവർക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അവര് അവസാനം വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളെ മക്കളാണ്. വൈകുന്നേരം അധ്വാനം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഉമ്മറപ്പടിയിൽ പൊന്നുമോന്റെ കാൽപെരുമാറ്റം കേൾക്കുമ്പോ ആ സമയത്ത് വീടിന്റെ ഉള്ളിൽ നിന്ന് തന്റെ പൊന്നുമോൻ വന്നു എന്ന കാൽപെരുമാറ്റം കേൾക്കുമ്പോ കട്ടിലിൽ കിടന്നിട്ട് ആളും കിടന്ന് പടം തുണിക്കെട്ട് പോലെ കിടക്കുന്ന ഉപ്പ വിളിക്കും, മോനെ 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 എന്നൊരു വിളി കേൾക്കുമ്പോ അതിനേക്കാൾ വലിയ ഒരു വിളി ഏതാണുള്ളത്? അവിടെ നിന്ന് വൈകുന്നേരം എവിടെയെങ്കിലും പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോ വീട്ടിൽ വന്ന് കാൽ പെരുമാറ്റം കാണുമ്പോഴേ അകത്തുള്ള കട്ടിൽ നിന്നൊരു ഉമ്മയുടെ വിളി, മോനെ പൊന്നുമോനെ നീ വന്നോ മോനെ. ഈ എഴുന്നേക്കാൻ കഴിയാത്ത മലമൂത്ര വിസർജനം കിടക്കുന്നിടത്ത് നടത്തുന്നവരാണെങ്കിലും അവര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളെ മോനെ എന്ന് വിളിക്കാൻ 2 ആളുകളുണ്ട്. അത് നമ്മുടെ ഉപ്പയും ഉമ്മയുമാണ്. അവിടെ റൂഹ് പോയി പള്ളിക്കാട്ടിലേക്ക് പോയാൽ പിന്നെ നമ്മളെ മോനെ എന്ന് വിളിക്കാൻ ആരാണുള്ളത്? താടി നരച്ചാലും കുഞ്ഞു മോനെ എന്നൊരു വിളി കേൾക്കണമെങ്കിൽ അത് ഉമ്മക്കേ തരാൻ കഴിയൂ, ഉപ്പക്കേ തരാൻ കഴിയൂ. അവര് മരിച്ചാൽ പിന്നെ നമ്മളെ ഉപ്പാന്ന് വിളിക്കാൻ ആളുണ്ട്, ഉപ്പാപ്പാന്ന് വിളിക്കാൻ ആളുണ്ട്. പക്ഷെ മോനെ എന്നൊരു സ്നേഹത്തിന്റെ വിളി കേൾക്കാൻ, മോനെ എന്ന് സ്നേഹത്തിന്റെ ഒരു വിളി കേൾക്കാൻ, നമുക്ക് അസുഖമാണെന്നറിഞ്ഞാൽ എന്റെ പൊന്നുമോൻ എന്ന് പറഞ്ഞിട്ടൊന്ന് കുനിഞ്ഞിരുന്ന് കണ്ണുനീര് തൂകാൻ, എന്റെ മോന് സുഖമില്ലെന്ന് കേൾക്കുമ്പോ നിസ്കാരപ്പായിലൊന്ന് കണ്ണുനീരണിഞ്ഞിട്ടൊന്ന് കുമ്പിടാൻ എന്റെ ഉമ്മയേക്കാൾ വലിയൊരു ശക്തി ഏതാണുള്ളത്? അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ കരുണയുണ്ടോ? അല്ലാഹുവേ, എഴുന്നേക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിലെ കരുണയുണ്ടെങ്കിൽ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മക്കൾ മറന്നു പോകുന്ന കാലം, ആ ഒരു കാലം എത്തുമ്പോ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. 3ാമത്തെ അടയാളം നമ്മുടെ ഹൃദയത്തിൽ കരുണയുണ്ടാവുക. 3 ഇദാ റുഫിഅത്തിൽ അദ്ലു മിനൽ ഹുക്കാം. ഭരണാധികാരിയുടെ കയ്യിൽ നിന്ന് നീതി നിഷേധിക്കപ്പെടും. ഭരണാധികാരികളിൽ നിന്ന്, ഇവിടെ നോക്ക്, ഭരണാധികാരികളിൽ നിന്ന് നീതി ഇല്ലാതാകുമ്പോൾ
വളരെ പ്രധാനമാണിത്. ഇന്ന് നീതി നിഷേധിക്കപ്പെടുന്നവന്റെ ഇരയുടെ വേട്ടയാടപ്പെടുന്നവന്റെ ശബ്ദമാണിന്ന്. അള്ളാഹു നമ്മുടെ എല്ലാവിധ അവസ്ഥകളും നന്നാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഈ സദഖയെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ പുണ്യമായ ഇൽമിന്റെ മജ്‌ലിസിൽ കടന്നു വരുന്ന ഈ ബക്കത്തിൽ സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവരെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവരെ കടബാധ്യതകൾ മാറ്റി തരണേ അല്ലാ. ഏതെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് നീ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി ഈ സദസ്സ് അവസാനിക്കുമ്പോ സന്തോഷ സമാധാന ജീവിതം നൽകണേ അല്ലാ. بحق سيدنا محمد وآله وصحبه أجمعين. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സ് മുഴുവൻ കേട്ടിരിക്കണേ ശ്രദ്ധയോടുകൂടി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൂന്നാമത്തെ അടയാളം ഇദാ റുഫിയൽ അദ്ലു മിനൽ ഹുക്കാം. ഭരണാധികാരികളിൽ നിന്ന് നീതി ഉയർത്തപ്പെട്ടു പോയാൽ ഏകാധിപതികളും സർവാധിപതികളും സ്വേച്ഛാധിപതികളുമായ ഭരണാധികാരികൾ ലോകത്ത് പെരുകുകയും ആ പെരുകുന്ന അധികാരി വർഗത്തിന്റെ താഴ്ഭാഗത്ത് നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ നിശ്വാസങ്ങൾ ഒരു ലോകത്തിന്റെ വേദനയായി മാറുകയും ചെയ്ത നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുണ്ട്. ഇന്ന് യുനെസ്കോയുടെ ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോ സമിതിയെ മസ്ജിദുൽ അഖ്സയെ കുറിച്ചുള്ള പ്രമേയത്തിന് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരം കിട്ടിയ ദിവസമാണ്. മസ്ജിദുൽ അഖ്സ അവിടേക്ക് മുസ്ലിമീങ്ങൾക്ക് കടന്നു പോകാനുള്ള അനുവാദം കൊടുക്കണമെന്നും അതിനുമേലുള്ള ജൂത കുടിയേറ്റത്തെ അവസാനിപ്പിക്കണമെന്നും യുനെസ്കോയിൽ പ്രമേയം പാസാക്കപ്പെട്ടത് ഇന്നലെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം തന്നാൽ, അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം തന്നാൽ എന്റെ ഇവിടെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ വസിയത്ത് ചെയ്യുകയാ. അല്ലാഹു നിങ്ങൾക്ക് ഒരു അവസരം നൽകിയാൽ നിങ്ങൾ ഹജ്ജും ഉംറയും ചെയ്തവരാണെങ്കിൽ മൂന്നാമതായി മസ്ജിദുൽ അഖ്സയിലേക്ക് നിങ്ങളൊന്ന് പോകണേ. മസ്ജിദുൽ അഖ്സ നിങ്ങളെ കണ്ണുകൊണ്ട് കാണണേ. എന്താ ബൈത്തുൽ മുഖദ്ദസ് എന്നറിയുമോ? സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ ലിനുരിയഹു മിൻ ആയാതിനാ. മഹാനബിയായ ഇബ്രാഹിം നബി അടക്കം ചെയ്യപ്പെട്ട മഹാനായ ഇസ്ഹാഖ് നബിയുടെ ഖബറിടമുള്ള മഹാനായ യാക്കൂബ് നബി അന്ത്യവിശ്രമം കൊള്ളുന്ന ഇസ്ഹാഖ് നബിയുടെ ഭാര്യയായ റഫേഖയുടെ ഖബറുള്ള സുന്ദരമായ മസ്ജിദുൽ അഖ്സ ഒന്ന് കാണണേ ചെറുപ്പക്കാരാ. റമദാനിന്റെ 27-ാം രാവിലെ ഒരുമിച്ച് കൂടിയുണ്ട്. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ മുസ്ലിമീങ്ങളെ കാക്കണയല്ല എന്ന് ദുആ ചെയ്യൽ മാത്രമല്ല, അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയ അല്ലാഹുവിന്റെ റസൂലിന്റെ ആദ്യത്തെ ഖബറിൽ പോയി കാണണം. ബൈത്തുൽ മുഖദ്ദസിലോട്ട് കടന്നു ചെല്ലുമ്പോ 1948 ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന ജൂത സമൂഹത്തിന് തലതായ്ക്കാൻ ഇടം കൊടുത്ത, ചുട്ടടക്കാൻ ഭക്ഷണം കൊടുത്ത, ഫലസ്തീനിലെ അറബികളുടെ മേൽ അധിനിവേശം നടത്തി അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേൽ പണി കഴിപ്പിച്ച ഇസ്രയേൽ എന്ന ജൂതരാജ്യം സ്ഥാപിക്കുമ്പോ ഫലസ്തീനിന്റെ മണ്ണിനെ രണ്ടായി വെട്ടിമുറിച്ചിട്ടാണ് ഇസ്രയേൽ ഉണ്ടായത്. ഇസ്രയേലിനെയും ഫലസ്തീനെയും വേദനിക്കുന്ന ഒരു വലിയ ഭിത്തിയുണ്ട്. കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഫലസ്തീനെയും ഇസ്രയേലിനെയും വേദനിപ്പിക്കുന്ന ഒരു വലിയ മതിലുണ്ട്. ആ മതിലിൽ നിങ്ങൾ അറബി ഭാഷ അറിയുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണേ. കഴിഞ്ഞ മുമ്പിലത്തെ വർഷം ഞാൻ അവിടെ സിയാറത്തിന് പോകുമ്പോ ആ മതിലിന് നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലാണ് എന്റെ താമസം. ഒരു സായാഹ്ന സമയം ജനാല തുറന്നു നോക്കുമ്പോ ഫലസ്തീനി മക്കളുടെ ജീവിതത്തിന്റെ നന്മകളെ മുഴുവനെ ചതച്ചരച്ച 10,000-കണക്കിന് ഫലസ്തീനികളുടെ രക്തത്തിന്റെ ചാലിപ്പെടുകയ ആ മതിൽ ഇങ്ങനെ നീളത്തിൽ കാണാ. മതിലിന്റെ ഓരോ ഭാഗത്തും ഓരോരുത്തർ ആ മതിലിൽ നിന്നെടുത്ത് ഫലസ്തീനികളുടെ വീടുകളായിരുന്നു. അവര് മുഴുവനും മതിലിന്റെ ഓരോ ഭാഗത്തും അവരുടെ അനുഭവം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ആയിഷ ജംറ എന്ന് പറയുന്ന പെണ്ണെഴുതി വെച്ചിരിക്കുകയാ. ഇന്നും ആ മതിലിൽ ഇത്
തെളിഞ്ഞു കാണാം. ചെറിയ കറുത്ത അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനും എന്റെ വാപ്പയും എന്റെ മക്കളും കൂടി എന്റെ ഭർത്താവും കൂടി രാത്രിയിലെ ഭക്ഷണം കഴിക്കുമ്പോ ഇസ്രയേലിന്റെ ടാങ്കുകൾ പാഞ്ഞു വന്നു. അവരെന്റെ വീട് ചാടിച്ച് തരിപ്പണമാക്കി. ഞാൻ എന്റെ മക്കൾക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ ഭിത്തിയിടിച്ചതകത്തുകൊണ്ട് ഭീമാകാരമായ ടാങ്കുകൾ വരികയാ. ആ ടാങ്ക് എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. എന്റെ ഉപ്പാന്റെ ശരീരം കിടന്നിട്ട് ടാങ്കിന്റെ ഭീമാകാരമായ ആ ചക്രത്തിന്റെ അടിയിൽ കിടന്ന് എന്റെ ഉപ്പ തടയുന്നത് ഞാൻ കണ്ടതാ. എന്റെ പൊന്നുമക്കളെ തൂക്കിയെടുത്ത് അവരുടെ വെടിക്കുണ്ടക്ക് വിധേയരാക്കി ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോ എന്റെ വീട് മുഴുവനെ തടിച്ച് തരിപ്പണമാക്കി. എന്റെ ആ വീട് നിന്ന സ്ഥലത്താണ് ഈ മതിൽ നിൽക്കുന്നതെന്ന്. മതിലിന്റെ ഓരോ 2 മീറ്ററിന്റെ ഉള്ളിൽ അവിടെ ഉണ്ടായിരുന്ന ഇന്നലകളുടെ കഥ പറയുമ്പോ നീതി നിഷേധിക്കപ്പെട്ട പലസ്തീനിലെ മുസ്ലിമീങ്ങൾ ഇന്തിഫാദയിലൂടെ ഹമാസിലൂടെ ചെറുത്തു നിൽക്കുമ്പോ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ജനത ലോകത്തിലുണ്ടാവുക. നീതി നിഷേധിക്കപ്പെട്ട അഫ്ഗാൻ ജനത യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് പച്ച മത്സ്യത്തിന്റെ പരൽ മത്സ്യത്തിന്റെ വാലിൽ കടിച്ചു പിടിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കേടുന്ന റോഹിംഗ്യ മുസ്ലിമീങ്ങളുടെ ലോകം ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ശ്രീലങ്കയിലും ബർമയിലും വിറക് കമ്പുകൾ കൂട്ടുവച്ചിട്ട് കത്തിക്കരിച്ച് ചാമ്പലാക്കപ്പെട്ട ബർമയിലെ ന്യൂനപക്ഷ മുസ്ലിമീങ്ങളുടെ ലോകം ഇതാ ന്യായാധിപന്മാര് നീതി നിർവഹിക്കാതിരിക്കുമ്പോ, ന്യായാധിപന്മാരുടെ കയ്യിൽ നിന്ന് നീതി നിഷേധിക്കപ്പെടുമ്പോ ഇന്ന് ലോകത്ത് നീതി നിഷേധിക്കപ്പെട്ടവന്റെ ശബ്ദമാണ്, വേട്ടയാടപ്പെട്ടവന്റെ ശബ്ദമാണ്. അല്ലാഹുവേ അല്ലാഹുവേ, നീതിയുള്ള ഭരണാധികാരികള് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ലോകത്തിന്റെ നീതിയുടെ പരിഹാരമായിരുന്ന ഉമറിനെ പോലെ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു തമ്മിലൊരു തർക്കമുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, അംർ ഇബ്നു ആസ് സാധാരണക്കാരനായ പ്രജയാണ്. അവർ രണ്ടുപേരും കൂടി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ തർക്കമെത്തി. രണ്ടുപേരും വാദിയും പതിയും ഹാജരായി. ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഒരു വിരിപ്പെടുത്തിട്ട് വിരിച്ചിട്ട് അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ വിരിപ്പിൽ ഇരുന്നാലും അബൂ മൂസ, നിന്നിൽ നിന്ന് ഞാൻ നീതി പ്രതീക്ഷിക്കുന്നില്ല. അബൂ മൂസ ഞെട്ടിത്തരിച്ചു പോയി. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, എന്തേ അമീറുൽ മുഅ്മിനീൻ, വാദിയും പ്രതിയും ന്യായാധിപന്റെ മുമ്പിൽ തുല്യരാണ്. നീ എന്തിനാണ് എനിക്ക് മാത്രം വിരിപ്പ് വിരിച്ചത്? നീ എന്തിനാണ് എന്നെ മാത്രം ഇരുത്തിയത്? എന്തിനാണ് നീ എന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചത്? നിനക്ക് ഖലീഫയെ പേടിയായത് കൊണ്ടല്ലേ നീ അംർ ഇബ്നു ആസിന് നീതി നിഷേധിക്കുന്നവനാണെന്ന്. തന്നോട് സ്വജനപക്ഷപാതിത്വം കാണിച്ച, ആശ്രിത വാത്സല്യം കാണിച്ച അബൂ മൂസ അശ്അരിയെ ന്യായാധിപ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ച അമീറുൽ മുഅ്മിനീൻ ഉമർ എവിടെ? അമീറുൽ മുഅ്മിനീൻ ഉമർ എവിടെ? പൊന്നുമോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വന്നിട്ട്, ഉപ്പാ എനിക്ക് ധരിക്കാനൊരു ഉടുപ്പില്ലെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് അബൂ മൂസക്ക് ഒരു കത്തെഴുതി. അബൂ മൂസ, ഈ കത്തുമായി വരുന്നത് എന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. അവനൊരു കുപ്പായം വാങ്ങാൻ 10 ദിർഹം ഖജനാവിൽ നിന്ന് കൊടുക്കണേ. 1 മാസത്തിനുള്ളിൽ ഞാനത് തിരിച്ചടച്ചു കൊള്ളാം. ഉമറിന്റെ കത്ത് വന്നു. ഉമറിന്റെ കത്ത് വന്നു. ആധുനിക ലോകത്തിന്റെ ചില സംഭവ വികാസത്തിന്റെ ഇടയിൽ വെക്കുന്ന ഓർക്കൽ നല്ലതായിരിക്കും. അബൂ മൂസ അശ്അരി കത്ത് വായിച്ചു. ഉടനെ തിരിച്ചെഴുതി, ഖലീഫ, ഖജനാവിൽ നിന്ന് 10 ദീനാർ കൊടുക്കാൻ നിർവാഹമില്ല. എന്തെന്നറിയുമോ? ഒന്ന് കടം കൊടുക്കരുതെന്ന് നിങ്ങൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് 1 മാസം കഴിയുമ്പോ തിരിച്ചടയ്ക്കാന്നാണ് നിങ്ങൾ എഴുതിയത്. 1 മാസം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉമറേ നിനക്കെന്താണ് ഉറപ്പുള്ളത്? എന്താ ചോദ്യം? എന്താ ചോദ്യം? 5 പോയ പള്ളി ഏതെന്നല്ല ചോദ്യം. ചോദ്യമേരെന്നറിയുമോ? അബൂ മൂസ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വില്ലേജ് ഓഫീസർ തിരിച്ചെടുത്തതാണ്. മുഖ്യമന്ത്രിയുടെ ഒപ്പിട്ട കത്ത് വന്ന് വില്ലേജ് ഓഫീസറിന് ചെയ്തു കൊടുക്കണം. തിരിച്ചെഴുതി
10 ദീനാറ് കൊടുക്കാൻ കഴിവില്ല. കാരണം എന്തെന്നറിയോ? 1 മാസം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പാണുള്ളത്. അതുകൊണ്ട് ഇതിന് നിർവാഹമെന്ന് എഴുതി കൊടുത്തു മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. കാരണം അവർക്കറിയാം നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു പൊട്ടിത്തകരുന്ന ഈ പ്രപഞ്ചത്തിന് ശേഷം നാളെ മഹ്ശറ ഹാജരാകുമ്പോ അവിടെ കോടാനുകോടി ജനങ്ങളുടെ തണലിന് വേണ്ടി യാചിക്കുമ്പോ അന്ന് അല്ലാഹു തണൽ കൊടുക്കുന്ന ആദ്യത്തെ വിഭാഗം ഇമാമുൻ ലഹു അദ്ലുൻ വമൻ ഫീ ഇബാദതി നസാബിതു ഖാലില്ലാഹി ലാ ബിളലാലി. നീതിമാനായ ഭരണാധികാരിക്കാണ് ആ നീതിമാനായ ഭരണാധികാരിയാവാൻ മഹാനായ അബുൽ ഹസൻ അലി അന്നദ്വി മഹാനവറുകളുടെ അടുക്കലേക്ക് വന്നു. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അബുൽ ഹസൻ അശ്അരി മഹാനവറുകളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഫലപ്രദമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആരാ പറഞ്ഞത്? ഇന്ദിരാഗാന്ധി. ആരാ ഇന്ദിരാഗാന്ധി? ഇന്ത്യ കണ്ട ഉരുക്കു പ്രധാനമന്ത്രി, നെഹ്റുവിനേക്കാൾ വലിയ പ്രതിരോധം കാഴ്ചവെച്ച, ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏക പെണ്ണ് ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്, ആണല്ല. ആ ഇന്ദിരാഗാന്ധി അബുൽ ഹസൻ അലി അന്നദ്വി അദ്ദേഹമാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഇടയിൽ തീവ്രവാദ ചിന്തയുണ്ടാക്കിയെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന് അവാർഡ് കൊടുക്കണം. ഈ അടുത്ത സമയം ആരാന്ന് എനിക്കൊരു വിഷയമൊന്നുമല്ല, ചില കാര്യങ്ങൾ പറയുന്ന കാര്യത്തിൽ ആര് വലവുക്കാന ആരും അവനും അതൊന്നൊരു വിഷയമല്ല. അബുൽ ഹസൻ അലി നദ്വിയുടെ പുസ്തകങ്ങളാണ് തീവ്രവാദ ചിന്താഗതി ഉണ്ടാക്കിയത് എന്ന് എഴുതി വെച്ച ആ ബുദ്ധിരാക്ഷസനെ ഒന്നര അംഗീകരിക്കണം. എനിക്ക് മാതൃഭൂമിയിലാണ് ലേഖനം എഴുതിയിരുന്നു. തരീഖത്തിന്റെ ഷെയ്ഖാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ഇന്ദിരാഗാന്ധി വീട്ടിൽ വന്നു. നമ്മളാണെങ്കിലോ പഞ്ചായത്ത് മെമ്പർ വീട്ടിൽ തന്ന അവനവന്റെ വീട്ടില് വഴി വെട്ടിത്തെളിച്ചിട്ട് തോരണം കെട്ടൻ ആളുകളാണ് നമ്മൾ. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ അടുക്കലേക്ക് തന്റെ ദറസിലോട്ട് കടന്നു വന്നപ്പോ മൗലാന അബുൽ ഹസൻ അലി അന്നദ്വി ആരാ മനുഷ്യനറിയോ? ദുബൈ ഭരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദിന്റെ മുമ്പിൽ ഒബാമ പോലും ഇരിക്കില്ലെന്ന് എഴുന്നേറ്റ് വെക്കും. അത്രയ്ക്ക് കർക്കശക്കാരനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ മക്തൂം. അള്ളാഹു ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അങ്ങോട്ട് വിസ കിട്ടാനാണ് 30 ആമീൻ പറയും. ഭരണാധികാരിക്ക് ആഫിയത്തിനും അങ്ങോട്ട് വിസ കിട്ടാനാണെങ്കിൽ എന്താ ആമീന് നേർച്ചയും. എത്ര ലാളിത്യമുള്ള ഭരണാധികാരി. അദ്ദേഹത്തിന്റെ ജബീൽ പാലസിൽ ഡിന്നറിന് പോയ ആളാണ് ഞാൻ. ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന ദുബൈയുടെ കർക്കശക്കാരനായ ഭരണാധികാരിയെ, ബറാക്ക് ഹുസൈൻ ഒബാമ പോലും മുട്ടുകൊണ്ട് വിറക്കുന്ന ഭരണാധികാരിയെ കാണാൻ പേടിച്ച് അദ്ദേഹത്തിന്റെ ജബീൽ പാലസിൽ പോയപ്പോൾ മഗ്‌രിബിന് ബാങ്ക് വിളിച്ചു. നോമ്പിലാണ്, കഴിഞ്ഞ റമദാൻ അതിഥിയായി പോകുമ്പോൾ നോമ്പ് തുറക്കുന്ന സദസ്സിലേക്ക് അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ നടന്നു വന്നു. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ പാചകക്കാരന് കൈകൊടുത്ത് പള്ളി തൂത്ത് വൃത്തിയാക്കുന്നവൻ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു മുസാഫഹത്ത് ചെയ്തു. പള്ളി തൂത്തോണ്ടിരിക്കുന്നവനെ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് ഒരു അസ്പഷ്ടതയില്ലാതെ ദുബൈയുടെ ഭരണാധികാരി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോ നമ്മുടെ നാട്ടിലെ ചില ആളുകളെ ചിന്തിച്ചു പോയി. വെള്ളിയാഴ്ച പോയ പള്ളി തൂക്കണവനെ കണ്ട പ്രാവിന്റെ കാട്ടെടുത്ത് മറ്റത്ത് ആ മനുഷ്യൻ അത്രയ്ക്ക് വലിയ ആളാണ്. ലാളിത്യത്തിന്റെ പ്രതീകമാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ.